ഗായ്സ്, ഒരു കല്യാണം കൂടാൻ പോയാലോ? എൻ്റെ ഫ്രണ്ട് ഡെനീഷയുടെ മാരേജ് ആണേ. അങ്ങനെ ഞാനും ഗ്രേസും കൂടെ നേരെ ഓഡിറ്റോറിയത്തിലോട്ട് വന്നു. ഞങ്ങൾ അവിടെ വന്നപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞ് പോലും ഇല്ലായിരുന്നു ഗൈസ്. പിന്നെ എല്ലാവരും വരുന്നവരെ വെയിറ്റ് ചെയ്തിരുന്നു. അർജുന് രാവിലെ ഒരു പെണ്ണ് കാണലുണ്ടായിരുന്നേ, അത് കഴിഞ്ഞിട്ട് വന്നതാണ്. അർജുന് മാത്രമല്ല, ഇതായിരിക്കുന്ന എല്ലാത്തിനും പെണ്ണ് കാണലുള്ളതുപോലെയായിരുന്നു ലുക്കൊക്കെ. അങ്ങനെ നമ്മൾ അവിടെ ഒരു സ്വിച്ച് ഇട്ട കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് വേറെ രണ്ട് ആൾക്കാർ കയറി വന്നത്, നമ്മുടെ ആൽവിനും ജെറിനും. നിങ്ങൾ ജെറിനെ കണ്ടിട്ടില്ലല്ലേ? ഇതാണ് ഗൈസ് ജെറിൻ. ഞാനും കണ്ടിട്ട് കുറച്ചധികം നാളായി കേട്ടോ. അങ്ങനെ പിന്നെയും എല്ലാവരും ഇരുന്ന് കുറേ നേരം കൂടെ ഇരുന്നൊക്കെ കാര്യം പറഞ്ഞ് സംസാരിച്ചൊക്കെ ഇരുന്നു. ഗോകുൽരാജ് എന്താ ഇത്ര ഗൗരവം എന്ന് വെച്ചാൽ, പുള്ളിക്കാരന് ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, അതിൻ്റെ ഒരു അഹങ്കാരമാണ് കാണിക്കുന്നത്. പിന്നെ ഇപ്പോൾ അവൻ എന്താ പറയുന്നതെന്ന് അവൻ്റെ ലിപ്പ് വെച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിക്കണം. കൂടുതലൊന്നും കാണാൻ ത്രാണിയില്ലാത്തതുകൊണ്ട് നേരെ സദ്യ കഴിക്കാനായിട്ട് പോയി. ആദ്യത്തെ പന്തിയിൽ തന്നെ നമ്മളിരുന്നു. അങ്ങനെ ചോറ് വന്നു, പരിപ്പ് വന്നു, പപ്പടവും ഇട്ട് ഞവിടി അങ്ങോട്ട് കഴിച്ചു. അല്ലെങ്കിലും തിരുവനന്തപുരത്തുകാർക്ക് സദ്യ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും മൈൻഡ് ആക്കൂല. കഴിച്ചെണീച്ച് കുറേ സമയം നോക്കിയിട്ട് പെണ്ണും പയ്യനും വന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം എവിടെയെങ്കിലും വിശ്രമിക്കാമെന്ന് കരുതി ഇരുന്നു. അപ്പോഴാണ് നമ്മുടെ ബാക്കി ഫ്രണ്ട്സിനെ കണ്ടത്. നമ്മുടെ ഡീന, ശാലു എല്ലാവരും ഉണ്ടായിരുന്നേ. ഡീനൊക്കെയാണെങ്കിൽ എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഗൈസ്. അങ്ങനെ അവിടെ ഇരുന്ന് ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. അല്ലെങ്കിൽ ഞാനും അഭിനവും ഗോകുലും കൂടെ ചേർന്ന് അവന്മാരെ ഞാൻ ട്രോളി കൊല്ലും ഗൈസ്. അവസാനം ഞാൻ ഇരുന്ന് കരയുകയും ചെയ്യും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു കുഞ്ഞു പയ്യന്താ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. വ്ലോഗ് എടുത്ത് ഗൗരി കരയുന്നു. ടൈം ലേറ്റുമായി. അമ്മയുടെ ഫോൺ വിളി കൂടിയപ്പോൾ പെണ്ണിനെയും ചെക്കനെയും കാണാൻ നിൽക്കാതെ പോവാന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ പോകുന്ന സങ്കടം ഗോകുലിൻ്റെ മുഖത്തുണ്ട് ഗൈസ്. പാവം കരണ്ടാണ്ടപ്പോൾ പോകണ്ടെന്ന് വരെ വിചാരിച്ചു. അങ്ങനെ ഇറങ്ങി വന്നപ്പോഴാണ് അതാ പെണ്ണും ചെക്കനും നടന്നു വരുന്നു. ഡെനീഷ നമ്മളെ കണ്ട് ഹായ് ഒക്കെ കാണിച്ചു ഗൈസ്. അപ്പോൾ പിന്നെ അവളെ കാണാതെ പോകേണ്ടി വരും എന്നൊരു വിഷമവും മാറിക്കിട്ടി. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ടൈം താമസിച്ചുകൊണ്ട് അമ്മയുടെ മീറ്റിംഗ് ക്യാൻസലായി. അതോടെ നേരെ നമ്മൾ ഷോപ്പിങ്ങിനും കയറി. അങ്ങനെ ഗ്രേസിൻ്റെ വീട്ടിനടുത്തുള്ള കടയിലാട്ടോ ഷോപ്പിങ്ങിന് പോയത്. അങ്ങനെ ഗ്രേസിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മളും വിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ഗൈസ്.